ഒന്ന് എണ്ണിട്ടേക്ക് ആശ്വാസമായപ്പോഴത്തേക്ക് മരത്തിലും പറമ്പിലൊക്കെ വലിയ ഇറങ്ങാൻ തുടങ്ങി അല്ലേ? അതിനകത്തിന് ഇപ്പൊ പറിച്ചത് സൂത്രമുണ്ട്. എന്നാത്തിന് ഇത്ര സ്പീഡ് കഴിക്കുന്നേ? എടി ഇന്നെ എഴുതി വരും താമസിച്ചെന്ന അയാൾ മെനക്കേടാണ്. ചക്കപ്പുഴുക്കൊന്നും എടുത്തില്ലേ? ചക്കപ്പുഴുക്ക് ഞാൻ കഴിച്ച ഞാൻ എടുത്തായിരുന്നു. ഞാൻ ഉച്ചക്ക് വരുമ്പോ കഴിച്ചോളാം. ചാച്ചേ, ആ ചേച്ചിനെ പിന്നെ കണ്ടായിരുന്നോ? ഏത് ചേച്ചി? അന്ന് ഇവിടെ വന്നില്ലേ? ഓ, മറ്റേ പോസ്റ്റ് ഓഫീസിലെ അഭിരാമി ചേച്ചി. ആ, ഞാൻ ഒന്നിലോട്ടും ടൗണിൽ വെച്ച് വണ്ടി ഓടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നേ. എനിക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് വണ്ടി നിർത്തുമ്പോ ആളെ കാണത്തില്ല. മാത്രം സംസാരിക്കാൻ അടി അന്നേരോട് വന്ന വെച്ചല്ലേ, അറിയാവുന്ന വെച്ചല്ലേ, ചുമ്മാ സംസാരിക്കാൻ നടത്തിയ. എന്നാടി എന്നാടി എന്താ ഇപ്പൊ നിരാശകാമുകളിലൊക്കെ മാറിയിട്ടുണ്ട്. പേടി. പക്ഷേ ആ ചേച്ചി കൊള്ളാല്ലേ? എനിക്കാണെങ്കിലുണ്ടല്ലോ, നമുക്ക് നേരത്തെ എന്തോ ഭയങ്കര പരിചയമുള്ള പോലെയൊക്കെ തോന്നി. എനിക്കും തോന്നി. നമ്മളെ കൊറേ നാള് അറിയാവുന്ന ഒരാളുടെ മുഖോ എന്തൊക്കെ ഒരു ഇത്. അടങ്ങ് കേട്ടോ, ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചെ. പിന്നെ ചാച്ചയ്ക്ക് ആ ചേച്ചിന് ഇഷ്ടാണല്ലേ? ഒന്ന് പേടി. ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള ഒരു കൊച്ച്, അങ്ങനെ ഒരു ഫീല്, അത്രേ ഉള്ളൂ. ഓ, പിന്നെ ഇപ്പൊ ചാച്ചയ്ക്ക് ആ ചേച്ചിന് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. കൂട്ടിക്കൊണ്ട് വരട്ടെ? അയ്യേ കൊയ്യുന്നു. ചാച്ച, ഞാൻ പാപ്പയുടെ വീട്ടിൽ പോവേ. പോകുന്നേ കൊള്ളാം. ഞാൻ വരുമ്പോ ജാതിയുടെയോ ചാമ്പയുടെ മേളിൽ ഇരിക്കുവാണെങ്കിൽ തലമണ്ട അടിച്ചാൻ പൊട്ടിക്കും. ഓ ബസ്റ്റാ. ഇന്നാളെങ്ങാടെ ഞാൻ റബ്ബർ ഷീറ്റ് എടുത്ത് വിരിച്ചെന്നും പറഞ്ഞ് എന്റെ പൊന്നോ ആന്റി എന്നെ പറയാനൊന്നും ഇല്ലാന്ന്. എടി, അവർക്കൊക്കെ നിന്നെ വലിയ കാര്യം വന്നേ. ഓ, ഇച്ചിരി കൂടുതലാ. സ്നേഹം കൊണ്ടല്ലേ എന്നെ. കൊച്ചു നീ മരുന്ന് കഴിച്ചോ? ഓ, കഴിച്ചോന്നും ഇല്ലെന്നോ? ഞാൻ കഴിച്ചു. ചാച്ചൻ പോവാൻ നോക്കിയേ. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. അതാരെ ഇവിടുത്തെ കഴിഞ്ഞായിരുന്നു. ആദ്യം എത്തിക്കോളാം. ഞാനിപ്പോൾ 12 കഴിഞ്ഞേ. 18 സാധാരണ ചോദിച്ചേട്ടാ പോവാറ്. ആണോ? അത് സാരമില്ല, ഞാൻ നല്ല 16 വരെ പോകുന്നുണ്ടല്ലോ. 18, 21 ഞാൻ നോക്കിക്കോളാം. പിന്നെ സാറേ, ആ 21 ഫോറസ്റ്റുകാരെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. അവിടെ ഈയിടെയായിട്ട് ആന ഇറങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ സാർ, ഓക്കെ, ശരി ശരി. അഭിരാമി, സോറി. നിങ്ങൾ എന്നെ എപ്പോഴും ഇങ്ങനെ ആളെ പേടിപ്പിക്കാനായിട്ട്? ഞാനിവിടെ രജിസ്റ്റർ കൊടുക്കാൻ വന്നതാ. പക്ഷെ ഇവര് അതിനെ അവർ തെറി വിളിക്കുന്ന അവരുടെ ജപ്തി നോട്ടീസ് ഞാൻ വായിച്ച് ഏൽപ്പിച്ചു കൊടുത്ത എന്നെയല്ല. ഓ, അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ, ചോദിക്കാൻ. അല്ല റോയ്, വേണ്ട വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാ. ഞാൻ കേറിക്കോട്ടെ? കേറി കേറി. ശരിക്കും നിങ്ങൾ പോസ്റ്റ് മാസ്റ്റർ തന്നെയാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പോസ്റ്റ് മാസ്റ്റർക്ക് പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഇരുന്നാ പോരെ? നിങ്ങളാണെങ്കിൽ അല്ല ഒന്നുമില്ല. അല്ല, പറയാമെന്ന് പറ. ഓ വേണ്ടാന്ന്. അല്ല, നിങ്ങളുടെ പോസ്റ്റ് ലീവിന് പോയിട്ട് തിരിച്ചു വന്നില്ല? വന്നല്ലോ. പിന്നെ എന്നാ പ്രശ്നം? എന്തോ സംഭവം ഉണ്ട്. താൻ എന്താണ്ടൊക്കെ മറക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ കണ്ടുപിരിയുമ്പോൾ താൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു സിനിമ ഡയലോഗ് പറയട്ടെ. നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ്. അതായത് ഇനി നമ്മൾ കാണുമ്പോൾ ഞാൻ പറയുന്ന കാര്യം റോയ്ക്ക് കണക്ട്. എനിക്ക് ഓർമ്മയില്ല. എന്തോ സംഭവം ഉണ്ട്. സത്യം പറ, താൻ ആരെയോ കാണാൻ വന്നില്ല? ആരാന്നേ? സാറേ, സ്പിൻ വേ ഓപ്പറേറ്റർ ഇന്ന് ലീവാണ്. ആരെങ്കിലും കയറി ചെയ്യുവാണെങ്കിൽ ഞാൻ കൂടെ പോവാം. എന്നാന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. അവിടെ കുഴികുത്തി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ടേ.
ആ 10-12 പേര് കുളിക്കാറങ്ങി മരിച്ചിട്ടുള്ളതാ. ആ കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു പയ്യൻ പോയതാ. ഞാനേ ലോക്കലിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ സാറേ. ആ ശരി. അഭിരാമി, കഴിഞ്ഞ ഡിസംബർ 15-നും കുറച്ച് പയ്യന്മാർ നമ്മുടെ ഡാമിന് താഴത്തുള്ള റിസോർട്ടിൽ വന്നായിരുന്നു. കുറച്ച് പേരെന്ന് പറയുമ്പം 8 പേര്. അതിൽ 7 പേര് മാത്രമേ തിരിച്ചു പോയുള്ളൂ. കാണാതായ പയ്യൻ ആ കുഴുത്തി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാറിങ്ങിയത്. ആ കാണാതായ പയ്യൻ്റെ വീട് കണ്ണൂരോ കോഴിക്കോടോ ആ ഭാഗത്ത് എവിടെയോ. ആ കാണാതായ പയ്യൻ അഭിരാമിയുടെ ആരോ ആണ്. കാമുകനോ അനിയനോ ഭർത്താവോ അങ്ങനെ ആരോ അല്ലേ? ആ പയ്യനെ തേടിയല്ലേ അഭിരാമി ഇവിടെ വന്നത്? അല്ല അല്ലേ? അല്ല, ഞാൻ തേടി വന്ന ആൾക്ക് ജീവനുണ്ട്. അയാളെ ഞാൻ ജീവനോടെ കാണുകയും ചെയ്തു. അയ്യോ സോറി കേട്ടോ. റോയ്, ഞാൻ പറയാൻ പോകുന്ന കാര്യം റോയ് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. പറഞ്ഞ് ഭയങ്കര പഴകിയ ഒരു കഥയാണ്. ഒരുപാട് സിനിമകളിൽ കേട്ടുമെടുത്ത കഥ. ഇത് റിയൽ ലൈഫിൽ സംഭവിച്ചാൽ എന്ത് ബോറായിരിക്കും എന്നവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മരിക്കുന്നത് വരെ. അച്ഛൻ എന്നാ പറ്റിയേ? റോയുടെ പപ്പയ്ക്ക് എന്താ പറ്റിയേ? പപ്പ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റ് പറ്റിയതാ. എന്നെ അങ്ങനെ വെച്ചാൽ എവിടെ വെച്ചാ മരിച്ചേ? കോട്ടയം ടൗണിൽ. ഒറ്റയ്ക്കാണോ വണ്ടി ഓടിച്ചേ? അതറിയത്തില്ല. ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്ക് പപ്പയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കയറ്റിയായിരുന്നു. റോയ്ക്ക് റോയിൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അച്ഛനമ്മയെ. അതിനെ പപ്പ ഓടിച്ച വണ്ടി അവരെല്ലാം വന്ന് ഇടിച്ചായിരുന്നു. പിന്നെ എന്നെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നമ്മളുടെ അച്ഛൻ ഒരാളാണ്. റോയ് ശ്രദ്ധിച്ചു കാണില്ല. അന്ന് മോർച്ചറിക്ക് മുന്നിൽ ഞാനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛന് വേറെ ഭാര്യയും കുട്ടികളുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് റോയ് വന്ന് അച്ഛനെ ബോഡി ഒപ്പിട്ട് വാങ്ങുമ്പോഴാ. റോയ് തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ജോലി വാങ്ങി ഇങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് വാങ്ങി വന്നത് ദൂരെ നിന്നാണെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇപ്പം എനിക്കൊരു ജോലിയുണ്ട്, ചെറിയൊരു സമ്പാദ്യമുണ്ട്. ഞാൻ ഹാപ്പിയാ. പിന്നെ അവിടെ വീട്ടിൽ വേറെ ആരുമില്ലേ? കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്ത് അമ്മ വീട്. അമ്മ ഒരു ഡാൻസ് ടീച്ചറായിരുന്നു. അച്ഛൻ്റെ ഓർമ്മ എന്ന് പറയുമ്പം ശനിയാഴ്ച വന്ന് ഞായറാഴ്ച രാത്രി പോകുന്ന ഒരാൾ മാത്രം. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയും ദൂര സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, വരാൻ ബുദ്ധിമുട്ടാണ്. റോയ്, ഞാൻ ഈ പറഞ്ഞൊന്നും വിശ്വസിച്ച് കാണില്ലെന്ന് എനിക്കറിയാം. തെളിയിക്കാനിപ്പം എൻ്റെ കയ്യിൽ ഈ ഫോട്ടോ മാത്രമേ ഉള്ളൂ. റോയ്, ഞാനിവിടെ ഒന്നും ഉദ്ദേശിച്ച് വന്നതല്ല. വേറെ എന്നാ നേടാൻ? ആ പഴയ വീടും പറമ്പോ അത് വെൺമണി ബാങ്കിന്റെ സൊസൈറ്റിയുടെ ഇല്ല. പിന്നെ അഭിരാമിന്റെ പപ്പയുടെ മോളെന്നറിയാൻ എനിക്ക് ഫോട്ടോയുടെ ആവശ്യമൊന്നുമില്ല. അഭിരാമിയുടെ മുഖത്തിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പപ്പയെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ ഇവിടെ തോന്നിയായിരുന്നു. ഞാൻ രാവിലെ ലിറ്റിയോടും കൂടി പറഞ്ഞതാ. റോയ്, ഞാനിത് റോയിനോട് പോലും പറയണമെന്ന് വെച്ചല്ല. ലിറ്റി ഇപ്പൊ ഇതൊന്നും അറിയും വേണ്ട. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ലിറ്റിയോട് പറയാം. ബാ റോയ്, ഞാൻ വരൂല. ഇതെന്നാ ചാച്ചേ ചേച്ചിയായിട്ട്? ഹരിപ്പ എന്നാ നീ അല്ലേ പറഞ്ഞത് വിളിച്ചിറക്കി കൊണ്ടുപോവാ, ബാക്കി കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോളാം. ചാച്ചേ, ചേച്ചി ഒരു ഹിന്ദു അല്ലേ? അപ്പൊ നാട്ടുകാർക്ക് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കല്യാണം നടക്കൂ? എടി, നീ ഉള്ള മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നമ്മുടെ വെൺമണി മാത്യുവിന്റെ എന്തെങ്കിലും കട്ടുണ്ടാന്ന്
എനിക്ക് വെച്ച് നല്ല കൺഫ്യൂഷൻ ഉണ്ടല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ ചേച്ചി പറഞ്ഞു എന്നെ ആ എഞ്ചിനീയർ നിലത്ത് നിർത്തുന്നില്ല. ഞാൻ ഇറങ്ങുവാണേ. പിന്നെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തേക്കണേ. ശരി. റോയ്, ആ അപ്പൊ ഇനി എനിക്ക് ചാച്ചാമ്മ വിളിക്കാമല്ലോ അല്ലേ? അതിന് മറന്നുപോയി ബാക്കി. ഒരു സെക്കൻഡാ, ഞാൻ കുറെ നേരം പിടിച്ചേക്കാം. എന്റെ ചെരുപ്പ് പൊട്ടിയിരിക്കുക. ക്യാമറ നോക്കി